ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലവുമാണ് സൗമ്യത. സൗമ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൗമ്യതയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി വർഷിക്കുന്നു. സൗമ്യതയുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ അനുഗ്രഹത്തെ സമൃദ്ധമായി ഒഴുക്കുന്നു. അതും മാത്രമല്ല, അവൻ ആവശ്യമുള്ള ആഹാരവും അവിടുന്ന് കൊടുക്കുന്നു എന്ന് 22-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വചനം ഇപ്രകാരം പറയാണ്: ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ദരിദ്രർ എന്ന് പറയുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി എപ്പോഴും ആശ്രയം വയ്ക്കുന്നത് സമ്പത്തുള്ള വ്യക്തികളിലാണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന വ്യക്തികളിലാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗമ്യനായ മനുഷ്യൻ എപ്പോഴും ആശ്രയം വയ്ക്കുന്നത് ദൈവത്തിലായിരിക്കും. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തിയിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിക്ക് ഫലമാകുന്ന സൗമ്യത കൊടുക്കുന്നത്. അങ്ങനെ ദൈവത്തിലേക്ക് ആശ്രയം വെച്ച് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭക്ഷിച്ച് അവർ തൃപ്തരാകും എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് മാത്രമല്ല, സൗഭാഗ്യം മാത്രമല്ല, അവന് ജീവിക്കാനായിട്ടുള്ള ആഹാരവും കൊടുക്കും. ആഹാരം കൊടുക്കും, അതിനോടനുബന്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള സമ്പത്തിൻ്റെ മേഖലകളും കർത്താവ് കൊടുക്കുമെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പ്രകീർത്തിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു വ്യക്തിയും ദൈവത്തെ പ്രകീർത്തിക്കില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് അനുഗ്രഹം വർഷിക്കുക. സൗമ്യനായ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലമാകുന്ന സൗമ്യതയുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ദൈവത്തെ പ്രകീർത്തിക്കും. അതുപോലെ തന്നെ അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നും അവർ സന്തുഷ്ടരായി ജീവിക്കും. 27-ാമത്തെ തിരുവചനത്തിൽ പറയാണ്: ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടത്തേക്ക് തിരിയുകയും എല്ലാ ജനതകളെയും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. അപ്പോൾ ഒരു സൗമ്യ ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ പെരുമാറുക, സൗമ്യതയോടുകൂടെ സംസാരിക്കുക. വീണ്ടും നമുക്ക് വചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, നീതി നടത്തി കൊടുക്കും. ഒരു സൗമ്യനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ ദൈവം നീതി നടത്തി കൊടുക്കും. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ദൈവം സൗമ്യതയുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന സൗമ്യരായ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അവരുടെ ജീവിതത്തിൽ നീതി നടത്തി കൊടുക്കും. പലപ്പോഴും മനുഷ്യന് ലഭിക്കേണ്ട ഒന്നാണ് നീതി. ഇന്ന് പലപ്പോഴും നീതി ലഭിക്കാതെ കുടുംബത്തിൽ നിന്നും, കൂട്ടായ്മയിൽ നിന്നും, ചുറ്റുപാടിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും എല്ലാം നീതി ലഭിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടോ? അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നീതി ലഭിക്കും. കാരണം കർത്താവ് നീതി നടത്തി കൊടുക്കും. ആ മേഖല കർത്താവ് ഒരുക്കിക്കോളും. നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഫലമാകുന്ന സൗമ്യതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.